നമ്മൾ കേരളത്തിൽ നിന്നടക്കം അല്ലെങ്കിൽ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും വണ്ടി കയറി ദുബായിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് കയറി ആ സമരവേദിയിലേക്ക് എത്തിയ മനുഷ്യരെ കണ്ടു. അവിടെ ആ സമരവേദിക്കപ്പുറം നിരാഹാരം കിടന്ന വ്യക്തിയാണ് ആദർശം സജി. എനിക്ക് രാഷ്ട്രീയം അറിയാം, രാഷ്ട്രീയം പറയാനും ഉണ്ടാകും ആദർശം. അതിനപ്പുറം ശരിക്കും ഈ സമരം എങ്ങനെയായിരുന്നു? എളുപ്പമായിരുന്നു? നോക്കൂ, മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ എത്രത്തോളം നമ്മളിലേക്ക് കാഴ്ചക്കാരിലേക്ക് എത്തിച്ചു എന്നുള്ള സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറം സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പലരും ആ പ്രതിഷേധം കണ്ടത്, ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കേട്ടത്, ഉയർത്തിയ പ്ലക്കാർഡുകൾ കണ്ടത്. ആദർശ് കണ്ട കാഴ്ചകൾ എങ്ങനെ വ്യത്യസ്തമായിരുന്നു ഈ ജെൻസി സമരം? ഇതിന്റെ മറുപടി പറയുന്നതിന് മുമ്പായി ഇവിടുത്തെ BJP പ്രതിനിധി ജനാധിപത്യം എന്ന വാക്ക് ഉപയോഗിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 73 ദിവസം എടുത്തു ഈ ജനാധിപത്യം എന്ന വാക്ക് BJPയുടെ പ്രതിനിധിക്ക് ഉച്ചരിക്കാൻ, അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾക്ക്, ഡൽഹിയിലുള്ള നേതാക്കൾക്ക് ഉച്ചരിക്കാൻ വേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജനാധിപത്യപരമായ രീതിയിൽ കേൾക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ കഴിഞ്ഞ 40 ദിവസത്തോളം എന്തിനാണ് ഈ വിദ്യാർത്ഥികളെ ഈ ജന്തർ മന്ദറിൽ നിർത്തേണ്ടി വന്നത്? എന്തിനാണ് കഴിഞ്ഞ 20-ാം തീയതി നരനായാട്ട് സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച, നിരാഹാരം അനുഷ്ഠിച്ച വിദ്യാർത്ഥികളെ നരനായാട്ട് നടത്തി അടിച്ചോടിക്കാനുള്ള ശ്രമം നടത്തിയത്? നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ ഹിറ്റ്ലർ ഇന്ന് വിദ്യാർത്ഥികളുടെ സമരത്തിന് മുന്നിൽ പരാജയപ്പെട്ട് ഇരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തെ അടിച്ചമർത്താൻ അമിത്ഷാ നിയന്ത്രിക്കുന്ന പോലീസ് ഡൽഹിയിൽ ശ്രമിച്ചപ്പോൾ ഈ സമരത്തിന്റെ വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ നരേന്ദ്രമോദി കീഴടക്കി വെച്ചിരിക്കുന്ന മോദി മീഡിയകൾ ശ്രമിച്ചപ്പോൾ വിദ്യാർത്ഥികൾ അതിനപ്പുറത്തേക്ക് ആ മാധ്യമങ്ങളുടെ സഹായം ഒന്നുമില്ലെങ്കിൽ ഇത് ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ ജനതയെ ബാധിച്ച വിഷയമാണ്. കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ജനതയെ ബാധിച്ച വിഷയമാണ്. ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വാക്കുപയോഗിച്ചല്ലോ. ഈ ഇന്ത്യയുടെ മുൻ ഇന്ന് ഞങ്ങളുടെ സമരം കാരണം, വിദ്യാർത്ഥികൾ നടത്തിയ സമരം കാരണം ഇന്ന് പുറത്തുപോയ ധർമ്മേന്ദ്ര പ്രധാൻ ഈ വിദ്യാർത്ഥി സമരത്തെ ആദ്യം അഭിസംബോധന ചെയ്തത് ഇത് തീവ്രവാദികളുടെ ബി ടീം നടത്തുന്ന സമരമെന്നാണ്. എന്താ? സമാധാനപരമായ രീതിയിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലേക്ക് വന്ന് രാജ്യവ്യാപകമായി ഈ സമരം നടത്തി. അപ്പോൾ ആ വിദ്യാർത്ഥികളെ വിളിച്ചത് തീവ്രവാദികളുടെ ബി ടീം നടത്തുന്ന സമരമെന്നാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ അഭിസംബോധന ചെയ്തത്, ഈ സമരത്തെ അഭിസംബോധന. ഇതാണോ ജനാധിപത്യം? ഇനി 73 ദിവസത്തിനപ്പുറം ഇന്ത്യൻ ഭരണഘടന വായിച്ച് ജനാധിപത്യം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി എങ്കിൽ, BJPക്കാർ മനസ്സിലാക്കിയെങ്കിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ അവസരത്തിൽ. ഇപ്പോഴെങ്കിലും ജനാധിപത്യം എന്ന വാക്ക് ഇന്ത്യയുടെ ഹിറ്റ്ലർ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കാണേണ്ടത് ഈ രാജ്യത്ത് നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി കുട്ടികളാണ്, പേരൻസ് ആണ്, ജനങ്ങളാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യമായി ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഈ സമരം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ പോലീസിനെ ഉപയോഗിച്ച്, മറ്റ് സംവിധാനങ്ങളെ ഉപയോഗിച്ച്, മോദിയുടെ മീഡിയകളെ ഉപയോഗിച്ച് ഈ സമരത്തിനെ പാകിസ്ഥാനികൾ നടത്തുന്ന സമരം, ചൈനീസ് ഏജന്റുകൾ നടത്തുന്ന സമരം, ഖാലിസ്ഥാൻവാദികൾ നടത്തുന്ന സമരം എന്നെല്ലാം പറഞ്ഞ് അധിക്ഷേപിച്ചു. എന്നിട്ട് ആ അധിക്ഷേപം നടത്തിയ വ്യക്തി തന്നെ ഇത് ഈ സമരത്തിന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നീറ്റ് പരീക്ഷ ഇവിടെ സൂചിപ്പിച്ചതാണ് നേരത്തെ. 22 ലക്ഷം പേരുടെ ഭാവിയാണ് ബാധിച്ചത്. 22 ലക്ഷം പേരെന്ന് പറഞ്ഞാൽ 22 ലക്ഷം ഇന്ത്യക്കാരാണ്. ഇവിടെ ആത്മഹത്യയിലേക്ക് ധർമ്മേന്ദ്ര പ്രധാൻ തള്ളി നീക്കിയത് 22-ലധികം വരുന്ന വിദ്യാർത്ഥികൾ. ആ 22 വിദ്യാർത്ഥികൾ ഇന്ത്യക്കാരാണ്. CBSE സ്കാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നം ബാധിച്ചിരിക്കുന്നത് 16 ലക്ഷം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ്. ഇന്ത്യയിലെ ഈ വർഷം പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ ആ ദുരിതം അനുഭവിക്കുമ്പോൾ, അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഇന്ത്യയുടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് ഇത് തീവ്രവാദികളുടെ 2ാം ഗ്രൂപ്പ് നടത്തുന്ന സമരമാണ് എന്നാണ്. അതാണോ ജനാധിപത്യം? എന്തായാലും വിദ്യാർത്ഥികൾ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും വിദ്യാർത്ഥികൾ 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നവിടെ പ്രഖ്യാപിച്ചു. ഞങ്ങളെ വലിയ നിലയിൽ മർദ്ദിച്ച്, ടിയർ ഗ്യാസ് പ്രയോഗിച്ച്, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച്, സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് തകർത്താൻ ശ്രമിച്ചു. അവിടുന്ന് അടിച്ചോടിച്ചപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ എത്ര പേരാണോ അവിടെ ഉണ്ടായിരുന്നത് അതിന്റെ ഇരട്ടിയായി 10,000-ങ്ങളായി ആ സമര കേന്ദ്രങ്ങളിലേക്ക് വന്നെത്തി. ഒടുവിൽ ആ വിദ്യാർത്ഥികളുടെ സംഘടിതമായ സമരത്തിന് മുന്നിൽ മുട്ടിൽ വീണ് ഞങ്ങൾ പറഞ്ഞ ആവശ്യത്തിലേക്ക്
BJP എത്തി, നരേന്ദ്രമോദി എത്തി എന്നുള്ളതാണ്. ഇതൊരു സമര വിജയം തന്നെയാണ്. ഇത് രാജ്യത്തെ നാളെ വരാൻ പോകുന്ന സമരങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒന്നുകൂടിയാണ്. മെയ് 12 ഈ പരീക്ഷ റദ്ദ് ചെയ്ത ദിവസം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ ഓഫീസിലേക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ SFI പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ ഓഫീസിന് മുന്നിൽ പോയി സമരം ചെയ്ത വിദ്യാർത്ഥി സംഘടനയാണ് SFI എന്നും കൂടെ ഈ പറയാൻ. രാജ്യത്താകമാനം 1000-ലധികം കേന്ദ്രങ്ങളിൽ സമരം ഉയർന്നു. സമരമുള്ളത്